ശ്രീ യുവരാജ് ഗോകുൽ, ഇത് ഗുരുതരമായ ക്രമക്കേടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് മംഗളൂരു ROC കണ്ടെത്തിയിരിക്കുന്നു. ഉടനെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും, അതായത് അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കാം, അതോടൊപ്പം തന്നെ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരവും കേസെടുക്കാവുന്ന കുറ്റങ്ങളാണ് എന്നാണ് പറയുന്നത്. അതായത് CBIയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും പോലെയുള്ള കേന്ദ്ര ഏജൻസികൾക്ക് ഇനി അന്വേഷിക്കാൻ പാകത്തിലാണ് ബംഗളൂരു ROCയുടെ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. പക്ഷെ അവിടെ ഒരു കമ്പനികാര്യ വകുപ്പ് മന്ത്രാലയത്തിൻ്റെ ഒരു സമിതി ഇത് അന്വേഷിക്കാൻ പോവുകയാണ്. ഇതിനിടയിൽ നിന്നുകൊണ്ട് ഒരു രാഷ്ട്രീയ വിലപേശലിന് വേണ്ടിയുള്ള ഒരു കളമൊരുക്കുകയാണ് എന്ന ആക്ഷേപമാണ് BJPക്കെതിരെ ഉള്ളത്. അത് ഈ കേസിൽ മാത്രമല്ല, സ്വർണ്ണക്കടത്ത് കേസിൻ്റെ കാര്യത്തിൽ അന്വേഷണം എവിടെയും എത്തിയിട്ടില്ല, ലൈഫ് മിഷൻ്റെ കാര്യത്തിൽ അന്വേഷണം എവിടെയും എത്തിയിട്ടില്ല, ഇപ്പോഴത്തെ ഈ കേസിലും അന്വേഷണം എവിടെയും എത്താൻ പോകുന്നില്ല എന്ന സംശയങ്ങൾ ഉയരുന്നു. അങ്ങനെ BJP CPM അന്തർധാരയുടെ കൂട്ടുകെട്ടിൻ്റെ മറ്റൊരു എപ്പിസോഡാണ് ഈ കാണാൻ പോകുന്നത് എന്ന ആക്ഷേപമുണ്ട് കേരളത്തിൽ പ്രതിപക്ഷത്തിന്. അല്ല, പ്രതിപക്ഷത്തിന് അങ്ങനെ പല ആരോപണങ്ങളും ഉണ്ടാവും ശ്രീ ഗോപികൃഷ്ണൻ. ഇപ്പം എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ബംഗളൂരു ആസ്ഥാനമായിട്ടുള്ള ഒരു കമ്പനിയാണല്ലോ എക്സാലോജിക് എന്ന് പറയുന്നത്. കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ് അല്ലേ? അവർക്ക് തന്നെ ഒരു CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്യാവുന്നതാണല്ലോ കർണാടക സംസ്ഥാന സർക്കാരിന്. അവരെന്തുകൊണ്ട് ശുപാർശ ചെയ്യാൻ തയ്യാറാകുന്നില്ല? അപ്പോൾ അന്തർധാരകളൊക്കെ ആര് തമ്മിലൊക്കെയാണ് എന്നുള്ള കാര്യം നമുക്ക് വളരെ നിശ്ചയമുണ്ട്. കാരണം കേരളം വിട്ടുകഴിഞ്ഞാൽ, കേരളത്തിന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർ രണ്ടുപേരും ഒറ്റ മുന്നണിയാണ്. അപ്പോൾ അതൊക്കെ വെറും ആരോപണങ്ങൾ മാത്രമാണ്. ഞാൻ BJP പ്രതിനിധിയോട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? എന്താണ്? ചോദിച്ചോളൂ. ഈ 2021 ഈ റിപ്പോർട്ട് ഉണ്ടായ സമയത്ത്, ഇതൊരു ശുപാർശ ചെയ്ത സമയത്ത്, അതിനുശേഷം കഴിഞ്ഞ ഒരു വർഷം കോൺഗ്രസ് ഗവൺമെന്റ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അല്ല, കോൺഗ്രസ് ഗവൺമെന്റ് ഇപ്പോഴുണ്ടല്ലോ. ഞാൻ പറയുന്നത് കോൺഗ്രസ് ഗവൺമെന്റ് ഇപ്പോഴുണ്ടല്ലോ. ഞാൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോഴല്ലേ ROCയുടെ റിപ്പോർട്ട് പുറത്തു വരുന്നത്? അല്ല, ഞാൻ ചോദിക്കുന്നത് ROC റിപ്പോർട്ട് കോടതിയിൽ വരുന്നത്, നമ്മൾ അതിന്റെ പുറത്തല്ലേ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്? 2021 അല്ല, 2021 റിപ്പോർട്ടാണ്. അന്ന് അവിടെ BJP ആണ് ഭരിച്ചിരുന്നത്. രണ്ടാമത്, ഈ വിഷയത്തിൽ കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിൽ വരുന്ന ഒരു അന്വേഷണം സംസ്ഥാന ഗവൺമെന്റിന്റെ ശുപാർശ വേണമെന്ന് പറയുന്ന എന്ത് ലോജിക്കാണുള്ളത്? ഒരു മിനിറ്റ്, ശ്രീ യുവരാജ് ഗോകുൽ പറയൂ. മനസ്സിലായില്ല, എനിക്ക് ചോദ്യം മനസ്സിലായില്ല. അല്ല, ഏതായാലും താങ്കൾ ഈ ഒരു ആക്ഷേപം നേരിടുന്നുണ്ട് BJP, അതിനുള്ളൊരു മറുപടി ആദ്യം. അല്ല, ഒരു അന്വേഷണ ഇപ്പോൾ നിങ്ങൾ പ്രധാനമായിട്ട് എടുത്ത് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആരോപണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്വർണ്ണക്കള്ളക്കടത്ത് വിഷയത്തിൽ അന്വേഷണം എങ്ങും എത്തിയില്ല എന്നുള്ളതാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ സ്വർണ്ണക്കള്ളക്കടത്ത് വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചാണ് കള്ളക്കടത്ത് നടന്നിരിക്കുന്നതെന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് പ്രധാനമന്ത്രി സംസാരിച്ചു. പക്ഷേ മുഖ്യമന്ത്രിക്കെതിരെ നടപടിയെടുക്കുന്നില്ല എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി തന്നെയല്ലേ ജയിലിൽ പോയത്? അദ്ദേഹം പുറത്തിറങ്ങി വരുന്ന സമയത്ത് അദ്ദേഹത്തെ വീണ്ടും സർവീസിലേക്ക് റീഇൻസ്റ്റേറ്റ് ചെയ്യിക്കുവാൻ വേണ്ടിയിട്ടും അദ്ദേഹത്തെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രി നടത്തിയ പരിശ്രമങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം കേരളം കണ്ടത് തന്നെയല്ലേ? അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്ക് അത്രയും പ്രിയപ്പെട്ട ഒരാളെ വീണ്ടും വീണ്ടും ജയിലിലടക്കുകയും അദ്ദേഹത്തെ കേസിൽ കൃത്യമായി കുരുക്കുകയും ചെയ്യുന്ന തലത്തിലേക്കുള്ള നടപടികളിലേക്ക് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പോകുമോ? സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഇടപെടൽ സംബന്ധിച്ച് എന്ത് കാര്യമാണ് തെളിഞ്ഞിട്ടുള്ളത്? ഞാൻ ഒരു കാര്യം ഒന്ന് പറയാൻ, പ്രിൻസിപ്പൽ സെക്രട്ടറി പിന്നെ എങ്ങനെയാണ് അകത്ത് പോയത്? എന്ത് കാര്യമാണ് തെളിഞ്ഞിട്ടുള്ളത് സ്വർണ്ണക്കടത്ത് കേസുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടതിന്റെ? അല്ല, പ്രിൻസിപ്പൽ സെക്രട്ടറി പിന്നെ എങ്ങനെയാണ് അകത്ത് പോയത്? ഒരു ചോദ്യം, മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി പിന്നെ എങ്ങനെയാണ് ജയിലിൽ പോയത്? അല്ല, എന്നിട്ട് ആ കേസ് എന്തായി? ആരായിരുന്നു ആ കേസിലെ ഒന്നാം പ്രതി? അല്ല, ഇതല്ല ഒരു ചോദ്യം 3 പേരോടുമായിട്ട് ചോദിച്ചോട്ടെ. അല്ല, ഇത് ഇങ്ങനെ ഇടപെട്ടുകൊണ്ടിരുന്ന ഞാൻ എങ്ങനെ മറുപടി പറയും? ഒരു സ്വർണ്ണക്കടത്ത് കേസായാലും ലൈഫ് മിഷൻ പദ്ധതിയുടെ കാര്യത്തിലായാലും കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായാലും ഇതിങ്ങനെ അന്വേഷിച്ച് പോകുന്നു എന്നല്ലാതെ ഫലമുണ്ടാകുന്നില്ല അന്വേഷണത്തിന്. അല്ല ഗോപികൃഷ്ണൻ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞാൽ അടുത്ത മാസം പിടിച്ച് എല്ലാവരെയും അകത്തിടുക എന്നുള്ളതാണോ അന്വേഷണത്തിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്? അന്വേഷിക്കുന്നതിന് അതിൻ്റെതായ സമയം ഉണ്ടാവില്ലേ? ഏറ്റവും ഉന്നതങ്ങളായ ഓഫീസുകൾ ഇൻവോൾവ് ആയിരിക്കുന്നതല്ലേ ഇത്തരത്തിലുള്ള കേസുകൾ? അതിൻ്റെ ഇടയിൽ എത്രയൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും? കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇവിടെ വരുന്നതിനിടയ്ക്ക് എത്ര തവണ അവർക്കെതിരെ പ്രതിഷേധമുണ്ടായി? അവരെ അന്വേഷണത്തിന് പരിപൂർണമായിട്ടുള്ള സഹകരണം ഇവിടെ കേരള പോലീസിൻ്റെ ഭാഗത്തുനിന്നോ മറ്റെവിടെയെങ്കിലും നിന്നും ഉണ്ടാകുന്നുണ്ടോ? എല്ലാ തരത്തിലും അവർക്ക് റെസ്ട്രിക്ഷൻസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടല്ലേ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സൈലൻ്റ് ആയിട്ട് ഈ അന്വേഷണങ്ങൾ
മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെതായ സമയം കൊടുക്കണ്ടേ? നിങ്ങളിപ്പോൾ ചർച്ച ചെയ്യുന്നത് പോലും കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ROCയുടെ റിപ്പോർട്ടിന്റെ പുറത്ത് തന്നെയല്ലേ? അവരെയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ എന്തെങ്കിലും അന്തർധാരയ്ക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഈ റിപ്പോർട്ട് ഇത്തരത്തിലുള്ള അന്വേഷിച്ചിട്ടാണോ കൊണ്ടുവരേണ്ടത്? സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് ഇതേപോലെ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ എടുക്കുന്ന മറ്റൊരായുധം എന്ന് പറഞ്ഞത് അതുകൊണ്ടാണല്ലോ. അല്ല, CPM സംസ്ഥാന സെക്രട്ടറിക്ക് അങ്ങനെ പലതും ഉണ്ടാകും. കാര്യം വെച്ച് കഴിഞ്ഞാൽ അന്വേഷണ ഏജൻസികളെ സംബന്ധിച്ചിടത്തോളം അന്വേഷിക്കുവാനും വിവരങ്ങൾ പുറത്തു കൊണ്ടുവരുന്നതിന് അവർക്ക് അതിൻ്റെതായ സമയം എടുക്കുമായിരിക്കും. അത് സ്വാഭാവികമായ ഒരു സമയ പ്രക്രിയ മാത്രമാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നാണ് കേട്ടില്ല. 2023-24 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, കേരളത്തില് 2025 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, 2026 വീണ്ടും എന്താണ് നിയമസഭാ തെരഞ്ഞെടുപ്പ്, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴാണ് ഇവിടെ കേസ് അന്വേഷിക്കുന്നത്? ഒരാൾ പറഞ്ഞു. ഞാൻ ഒറ്റ കാര്യം മാത്രം പറയട്ടെ. ഇവിടെ ഒരു അഴിമതിയെ സംബന്ധിച്ച് കൃത്യമായി മുഖ്യമന്ത്രിയുടെ മകൾ പ്രതിയാണെന്ന് ഏറെക്കുറെ ബോധ്യപ്പെട്ട ഒരു റിപ്പോർട്ട് വരുമ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ കടമ ഇത് അഡ്ജസ്റ്റ്മെൻ്റ് ആണെന്ന് പറയുമോ, ഇല്ലെങ്കിൽ നാളുകളിൽ ഈ അന്വേഷണം അഡ്ജസ്റ്റ്മെൻ്റ് ആണെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണോ ഇവിടുത്തെ പ്രതിപക്ഷത്തിൻ്റെ ധർമ്മം? അതാണോ പ്രതിപക്ഷം ചെയ്യേണ്ടത്? പ്രതിപക്ഷം ചെയ്യേണ്ടത് ഇത് അഡ്ജസ്റ്റ്മെന്റ് നാളെ നടക്കട്ടെ, അവരെ വെറുതെ വിടട്ടെ. പക്ഷെ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾ പ്രതിയാണെന്ന് ബോധ്യമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ട് എന്തു ചെയ്തു പ്രതിപക്ഷം? മുഖ്യമന്ത്രിയുടെ മകൾ പ്രതിയാവണമെങ്കിൽ ഒരു FIR വേണം. എവിടെയാണ് നിങ്ങൾ FIR ഇട്ടിട്ടുള്ളത്? നിങ്ങൾ അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിക്കുകയല്ലേ? മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായി എവിടെയാണ് നിങ്ങൾ FIR ഇട്ടൊന്ന് കാണിച്ചു തന്നെ. പ്രിയ സുഹൃത്തെ, ഒരു FIR-ലേക്ക് കാര്യങ്ങൾ പോകണമെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞു, ഈ വിഷയത്തിൽ FIR-ലേക്ക് ഇത് കോടതിയുടെ വിഷയത്തിൽ ഏതെങ്കിലും ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ ഒരു പ്രതിപക്ഷം ആ നിലയ്ക്ക് ആ ഗൗരവത്തിൽ ഇതിനെ എടുത്തിട്ടുണ്ടോ? പ്രതിപക്ഷം പറയുന്നത് ഒത്തുതീർപ്പിന് വേണ്ടി ശ്രമിക്കുമെന്നല്ലേ. ആ നിലയ്ക്ക് എന്തുകൊണ്ട് ഇത് ഏറ്റെടുക്കുന്നില്ല? ഒരു ഒത്തുതീർപ്പിന് നാളെ ശ്രമിക്കട്ടെ, അല്ലെങ്കിൽ ഒത്തുതീർപ്പ് നടക്കട്ടെ. പക്ഷെ ഇപ്പോൾ നിർവഹിക്കുന്നുണ്ടോ? ഇതിൽ കൂടുതൽ എന്ത് കടന്നു നിർവഹിക്കാൻ? ഞാൻ കൊടുത്ത CBI FIR-ന്റെ ഭാഗമായി ഒരു ഇഞ്ചിന് അന്വേഷണം മുഖ്യമന്ത്രിക്കെതിരായി പോയോ? ലവ് മിഷൻ കേസിൽ ശിവശങ്കറിൽ അവസാനിപ്പിച്ച് ചാർജ് ചെയ്ത് ആ കേസ് ക്ലോസ് ചെയ്തില്ലേ? നിങ്ങൾ എവിടെയാണ് അന്വേഷിക്കുന്നത്? ശ്രീ അനിൽ അക്കര, ഈ സംഭവമൊക്കെ വന്ന ശേഷം പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം താങ്കൾ നോക്കൂ. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണോ അന്വേഷണം നടത്തേണ്ടത്? കമ്പനികാര്യ മന്ത്രാലയം നേരിട്ട് ഇപ്പോൾ ഈ സമിതിയെ വെച്ചത് എന്തിനാണ്? ഇതൊക്കെ ഒരു രാഷ്ട്രീയ അഡ്ജസ്റ്റ്മെന്റ് ആണെന്നാണ്. മുരളീധരന്റെ പ്രതികരണം നോക്കൂ. അദ്ദേഹം പറയുന്നത്, മുരളീധരന്റെ പ്രതികരണത്തിൽ പറഞ്ഞത് തൃശ്ശൂരിൽ CPIയെ ബലി കൊടുക്കാൻ വേണ്ടിയുള്ള നീക്കമാണ്, ആ അന്തർധാരയെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ഇത് വളരെ സ്പെസിഫിക് ആയി മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണം. ഈ ബംഗളൂരു ROC റിപ്പോർട്ടിൽ മുഖ്യമന്ത്രിയുടെ പേര് പരാമർശിക്കപ്പെട്ട സാഹചര്യം ഒരു വലിയ രാഷ്ട്രീയ വിഷയം എന്ന നിലയിൽ പ്രതിപക്ഷം ഇതിനെ എത്രത്തോളം അഡ്രസ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ ചോദിച്ചത്. അതാണ് എനിക്ക് തോന്നുന്നു ഷോണും ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആക്ഷേപം പ്രതിപക്ഷത്തെ കുറിച്ച്. ഞാനത് വളരെ കൃത്യമായി പറയാം. 2023 ആഗസ്റ്റ് 25-നാണ് കരുവന്നൂർ കേസിലെ ആദ്യത്തെ റെയ്ഡ് AC മൊയ്തീന്റെ വീട്ടിൽ നടക്കുന്നത് എന്ന് ശ്രദ്ധിക്കണം. 2023 ആഗസ്റ്റ് 25-നാണ് AC മൊയ്തീന്റെ വീട്ടിൽ കരുവന്നൂർ കേസിൽ ആദ്യത്തെ റെയ്ഡ് നടക്കുന്നത്. 3 പ്രസ് റിലീസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇറക്കി. ഇതിൽ AC മൊയ്തീൻ കൃത്യമായി പങ്കാളിയാണ്. ഇതിൽ AC മൊയ്തീന്റെ ബിനാമിയാണ് സതീഷ് കുമാർ എന്നുള്ളത്. AC മൊയ്തീന്റെ പണമാണ് കൊണ്ടുവന്നത് അരവിന്ദാക്ഷൻ എന്നുള്ളത്. AC മൊയ്തീനെതിരായി നിങ്ങൾ എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? ഒരു നടപടിയും സ്വീകരിച്ചില്ല. ലൈഫ് മിഷൻ കേസിൽ EDയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് കൊണ്ടുപോയി. ശിവശങ്കരൻ പ്രതിയായി, അത് ചാർജ് കൊടുത്തു, കേസ് ക്ലോസ് ചെയ്തു. അതേ ലൈഫ് മിഷൻ കേസിൽ CBI പ്രതിസ്ഥാനത്ത് ചേർക്കേണ്ട മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാൻ പോലും വിളിച്ചിട്ടില്ല. AC മൊയ്തീനെ ചോദ്യം ചെയ്യാൻ പോലും വിളിച്ചിട്ടില്ല. പൊളിറ്റിക്കൽ നേതൃത്വത്തെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലാണെങ്കിലും ലൈഫ് മിഷൻ കേസിലാണെങ്കിലും ചോദ്യം ചെയ്യാൻ പോലും വിളിച്ചിട്ടില്ല. ഞാൻ പരാതിക്കാരനാണ്. ഞാൻ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ FIR-കൾ കേരളത്തിന്റെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ കോടതികൾ നിലനിൽക്കുന്നുണ്ട്. ഈ കേസിൽ ഞാൻ കൃത്യമായി പറഞ്ഞല്ലോ, 2021 വന്ന റിപ്പോർട്ടാണെങ്കിൽ ഒരേ മന്ത്രാലയത്തിന് കീഴിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കമ്പനീസ് രജിസ്ട്രാറും വരുന്നത്. വാണിജ്യകാര്യ മന്ത്രാലയത്തിന് കീഴിലാണ്. ഒരു FIR EDക്കിടാൻ ഒരു തടസ്സവും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഇത് ഒത്തുതീർപ്പുമായി ബന്ധപ്പെട്ട് പോവുകയാണ്.